നമസ്കാരം. വത്തിക്കാൻ ഡയറിയിലേക്ക് സ്വാഗതം. പ്രധാന തലക്കെട്ടുകൾ. ലൗദാത്തോ സിയുടെ 5 വർഷങ്ങൾ. ലോകത്തിനു വെല്ലുവിളിയായി 3 പരിസ്ഥിതി പ്രശ്നങ്ങൾ. ജീവിതം ഹ്രസ്വമാണ്, അതിനെ ദുഃഖം കൊണ്ട് പാഴാക്കരുതെന്ന് പാപ്പ. മുതിർന്ന വ്യക്തികൾ ഏകാന്തത രോഗത്തിന്റെ പിടിയിൽ. ചൈനയിലെ കത്തോലിക്ക സഹോദരീ സഹോദരന്മാർ കടന്നുപോകുന്ന സഹന ജീവിതത്തിൽ പ്രാർത്ഥന കൊണ്ട് അവരെ അനുയാത്ര ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ് ലോകമെങ്ങുമുള്ള കത്തോലിക്കരോട് സഭ. അപ്പസ്തോലിക കൊട്ടാരത്തിലെ ലൈബ്രറിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വർലോകരാജ്ഞി പ്രാർത്ഥന ചൊല്ലി. സ്വർഗാരോഹണ തിരുനാളിനെക്കുറിച്ച് ധ്യാനിക്കവേ അത് സുവിശേഷവൽക്കരണത്തിനുള്ള ക്ഷണമാണെന്നും എങ്ങനെ യേശുവിനെ പിന്തുടരാമെന്ന പ്രകടനമാണെന്നും പാപ്പ പറഞ്ഞു. പ്രഥമവും പ്രധാനവുമായി നാം നല്ല മാതൃകയാവണം. ശ്രമകരമായ ഈ കർത്തവ്യവും നമ്മുടെ ദൗർബല്യങ്ങളെക്കുറിച്ചുള്ള ചിന്തയും കാരണം അപ്പസ്തോലന്മാരെ പോലെ നമ്മളും അപര്യാപ്തരാണെന്ന് തോന്നും. എന്നാൽ നിരാശരാകരുത്. സ്വർഗത്തിലേക്ക് കരയേറും മുമ്പ് യേശു പറഞ്ഞ വാക്കുകൾ നാം ഓർക്കണം. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെയുണ്ടായിരിക്കും. ചൈനയിലെ കത്തോലിക്കർക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ സന്ദേശം നൽകി. എല്ലാ വർഷവും മെയ് 24 ആചരിക്കുന്ന ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയത്തിന്റെ തിരുനാളിൽ ചൈനയിലെ സഹോദരീ സഹോദരന്മാർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ കത്തോലിക്കരോട് 2007 ബെനഡിക്ട് 16 പാപ്പ നിർദ്ദേശിച്ചിരുന്നു. നിങ്ങൾ കൂടി ഭാഗമായുള്ള സാർവദേശീയ സഭ നിങ്ങളുടെ പ്രത്യാശയും ജീവിത പരീക്ഷണത്തിന്റെ നേരിടലും പങ്കുവെക്കുന്നുവെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. സമാധാനത്തിനും രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സംഭാഷണത്തിനുമായി പ്രവർത്തിക്കുന്ന എല്ലാവരെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സംരക്ഷണത്തിൽ സമർപ്പിക്കുന്നതായി പാപ്പ പറഞ്ഞു. ചാക്രിക ലേഖനമായ ലൗദാത്തോ സിയെക്കുറിച്ച് ചിന്തിക്കുവാൻ ഈ വർഷം നീക്കിവെക്കുന്നതായി അതിൻ്റെ 5ാം വാർഷികത്തിൽ പാപ്പ പ്രഖ്യാപിച്ചു. നമ്മുടെ പൊതുഭവനത്തിൻ്റെയും അതീവ ദുർബലരായ സഹോദരീ സഹോദരന്മാരുടെയും കരുതലിനായി ഒത്തുചേരുവാൻ എല്ലാ സുമനസ്സുകളെയും ഞാൻ ക്ഷണിക്കുന്നു. ലൈബ്രറിയിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം കൊട്ടാരത്തിന്റെ ജനാലയിലൂടെ ചത്തുരത്തിലുള്ള തീർത്ഥാടകരെ പാപ്പ ആശീർവദിച്ചു. മഹാമാരി കാരണം മാസങ്ങളോളം അവിടം ശൂന്യമായിരുന്നു. ഇപ്പോൾ തീർത്ഥാടകർ ചെറിയ തോതിൽ വന്നു തുടങ്ങി. ലോകം ഇനിയൊരു യുദ്ധത്തിന്റെ പടിവാതിൽക്കലാണ്. മഹാമാരിക്ക് ശേഷം നമ്മെ കാത്തിരിക്കുന്നത് കുടിവെള്ളത്തിനു വേണ്ടിയുള്ള യുദ്ധമായിരിക്കുമോ? നമ്മുടെ കാലഘട്ടത്തിലെ 3 പ്രധാന പാരിസ്ഥിതിക വെല്ലുവിളികളെ അവലോകനം ചെയ്യുകയാണ് ഇവിടെ. 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും സങ്കീർണമായ പ്രശ്നങ്ങളിലൊന്നാണ് പരിസ്ഥിതി വെല്ലുവിളി. ഉത്കണ്ഠയ്ക്ക് കാരണമാകുന്ന 3 പ്രധാന മേഖലകളുണ്ട്. ഒന്നാമത്തേത് കാലാവസ്ഥാ വ്യതിയാനം. ഏറ്റവും വലിയ പാരിസ്ഥിതിക പ്രശ്നം ആഗോളതാപനമാണ്. ഗ്രീൻ പീസിൻ്റെ കണക്ക് പ്രകാരം ഈ നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഭൂമിയുടെ താപനില 118.4 ഡിഗ്രി ഫാരൻഹീറ്റായി ഉയരും. വിനാശകരമായിരിക്കും ഇതിൻ്റെ പ്രത്യാഘാതം. ഗ്രീൻ പീസ് ഇറ്റലിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഗ്യൂസെപ്പോ ഒനുഫ്രിയോ പറയുന്നു, പുനഃചംക്രമണം ചെയ്യുന്ന ഊർജം ഉൽപ്പാദിപ്പിച്ചെടുക്കുവാനാവും. എന്നാൽ ഭൂമിക്കടിയിലെ വാതകങ്ങൾ നിയന്ത്രിക്കുന്ന വ്യവസായത്തിന് അതിൽ താൽപ്പര്യമില്ല. ഇന്നത്തെ ലോകത്ത് പുനഃചംക്രമണ ഊർജത്തിന് ഒരു വർഷം $285 ബില്യൺ ചിലവ് വരും. എന്നാൽ കത്തിക്കാവുന്ന അസ്ഥിപഞ്ജര വാതകങ്ങളായ കാർബൺ, എണ്ണ, ഗ്യാസ് തുടങ്ങിയ വാതക വ്യവസായത്തിൽ ബാങ്കുകൾ ഇതിൻ്റെ 2 ഇരട്ടി നിക്ഷേപം നടത്തുന്നുണ്ട്. അത് തീർച്ചയായും നല്ലതല്ല. ഈ സ്ഥിതി മാറേണ്ടിയിരിക്കുന്നു. ആഗോളതാപനത്തിൻ്റെ ഏറ്റവും ഗുരുതരമായ പ്രത്യാഘാതം കുടിവെള്ളത്തിലാണ് ഉണ്ടാകാൻ പോകുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യകാർഷിക സംഘടന വിലയിരുത്തുന്നത് വരുന്ന 5 വർഷത്തിനുള്ളിൽ ലോക ജനസംഖ്യയുടെ 2/3 ഭാഗം ജലദൗർലഭ്യമുള്ള രാജ്യങ്ങളിൽ ജീവിക്കുന്നവരാകുമെന്നാണ്. ഇതിൻ്റെ പ്രത്യാഘാതം വിനാശകരമായിരിക്കുമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയും നിരീക്ഷിച്ചിരുന്നു. ജലം നാം ചിന്തിക്കുന്നത് പോലെ സൗജന്യമല്ല. അതൊരു വലിയ പ്രശ്നമായി മറ്റൊരു യുദ്ധത്തിലേക്ക് നീങ്ങിയേക്കാം. മറ്റൊരു പ്രധാന പ്രശ്നം വനനശീകരണമാണ്. ഓസ്ട്രേലിയ, സൈബീരിയ, കാലിഫോർണിയ തുടങ്ങിയ രാജ്യങ്ങളിൽ കാട്ടുതീ നാശം വിതച്ചു. ഭൂമിയുടെ ഹരിത ശ്വാസകോശമെന്ന് വിളിക്കപ്പെടുന്ന ആമസോൺ കാടുകൾ നിരന്തര ഭീഷണിയിലാണ്. കഴിഞ്ഞ ഒക്ടോബറിലെ ആമസോൺ സിനഡ് മുതൽ തദ്ദേശ സമൂഹങ്ങൾ നേരിടുന്ന ഭീഷണിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ മഹാമാരിയുടെ മറവിൽ ബ്രസീലിയൻ സർക്കാർ വനനശീകരണം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. സമുദ്രങ്ങൾ മാലിന്യ സംഭരണിയായിരിക്കുകയാണ്. മാലിന്യ നിർമ്മാർജ്ജനം ഫലപ്രദമല്ലാത്തതിനാൽ
വിവിധ സമുദ്രങ്ങളിലായി പ്രതിവർഷം 80 ദശലക്ഷം ടൺ പ്ലാസ്റ്റിക് നിക്ഷേപിക്കപ്പെടുന്നുവെന്നാണ് ഗ്രീൻ പീസ് കണക്ക്. കടലുകളിൽ എത്തിക്കുന്ന മാലിന്യങ്ങളിൽ 60 മുതൽ 80% വരെ ഇതാണ്. ഇതിൻ്റെ പ്രത്യാഘാതം പ്രവചനാതീതമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനമായ ലൗദാത്തോ സി 2020 മെയ് മുതൽ 2021 മെയ് വരെ 5ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഈ ചാക്രിക ലേഖനത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണവും അത് പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരാനുള്ള കർമ്മ പദ്ധതിയുമാണ് ഉദ്ദേശിക്കുന്നതെന്ന് ആഗോള കത്തോലിക്ക കാലാവസ്ഥാ പ്രസ്ഥാനത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ തോമസ് ഇൻസുവ പറഞ്ഞു. കത്തോലിക്ക സാമൂഹ്യ പഠന പ്രകാരം കാണുക, വിധിയെഴുതുക, പ്രവർത്തിക്കുക എന്ന ഘടനയാണ് പിന്തുടരുക. ലൗദാത്തോ സിയുടെ ആദ്യ അധ്യായം പൊതുഭവനമായ ഭൂമി നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ചും അതീവ ഗുരുതരമായ ഭൂമിയുടെയും ദരിദ്രൻ്റെയും വിലാപത്തെക്കുറിച്ചുമാണ് വിവരിക്കുന്നത്. അതുപോലെ തന്നെ പാരിസ്ഥിതിക പ്രതിസന്ധിയെക്കുറിച്ചുള്ള ശാസ്ത്രീയ ഐകരൂപ്യവും അത് ആലിംഗനം ചെയ്യുന്നു. ദരിദ്രരെ വളരെ നിർണായകമായ വിധത്തിൽ ബാധിക്കുന്ന ദുരന്തമാണതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്നത്തെ പ്രവൃത്തികളുടെ ആഘാതം ഇപ്പോഴത്തെ മാനവരാശിക്കും വരും തലമുറകൾക്കും താങ്ങേണ്ടി വരും. ലൗദാത്തോ സിയുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട സൂചന ഈ പ്രതിസന്ധിയുടെ വേരുകൾ ആഴത്തിൽ മനസ്സിലാക്കുന്നതിനെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊരു സ്ഥിതിയിലേക്ക് എത്തിയത്? ജീവൻ നിലനിൽക്കുന്ന നമ്മുടെ ഗ്രഹത്തെ നാം തന്നെ നശിപ്പിക്കുകയാണ്. പൊതുഭവനത്തിൻ്റെ കരുതലിനായി ദൈവിക ദാനമായി ലഭിച്ച ഉൽപ്പത്തി കൽപ്പനയെ മനുഷ്യർ പിന്തുടർന്നില്ല എന്ന് ലൗദാത്തോ സി വിവരിക്കുന്നു. അതിനു പകരം സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിനായി മനുഷ്യൻ ദുരുപയോഗം ചെയ്തു. അവസാനം ഏറ്റവും സുപ്രധാനമായി പ്രവൃത്തിപഥത്തെക്കുറിച്ചാണ് അത് പറയുന്നത്. ഒരിക്കൽ നാം ഇതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് പ്രവൃത്തിയിലേക്ക് വരാനാകും. നമുക്ക് മാറ്റത്തിലേക്ക് മാറാനാകും. സമൂഹത്തിൻ്റെ എല്ലാ തലത്തിലും ഈ മാറ്റം ആവശ്യമാണ്. സഭയിൽ, വ്യക്തികളിൽ, കൂട്ടായ്മയിൽ. പാരിസ്ഥിതിക പരിവർത്തനമാണ് ഇതിലെ അവസാന ഭാഗം. ജോൺ പോൾ രണ്ടാമൻ 2001 ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ലൗദാത്തോ സിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ആശയം കൂടുതൽ ആഴത്തിൽ അവതരിപ്പിക്കുകയും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തിരിച്ചറിയാനും അതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കാനും ഹൃദയങ്ങൾ മാത്രമല്ല ഭൂമിയും പരിവർത്തനം ചെയ്യാനും ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഈ വിശാലതയിൽ മനുഷ്യൻ എന്താണ്? ജനിക്കുകയും മരിക്കുകയും ഒരു ദുർബല ജീവിയായി ഒടുങ്ങുകയും ചെയ്യുന്ന മനുഷ്യൻ പക്ഷേ മഹത്തായ മറ്റൊരു ദൗത്യത്തിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. അത് വിവരിക്കുകയാണ് ഫ്രാൻസിസ് പാപ്പ. അപ്പസ്തോലിക കൊട്ടാരത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രാർത്ഥനയെക്കുറിച്ചുള്ള തൻ്റെ വേദോപദേശം തുടരുകയായിരുന്നു. സൃഷ്ടിയുടെ രഹസ്യത്തെക്കുറിച്ചാണ് പാപ്പ പറഞ്ഞത്. താൻ എത്ര നിർണായകമാണെന്ന് മറക്കാനും സൃഷ്ടിയുടെ അത്ഭുതങ്ങൾ കാണാതിരിക്കാനുമുള്ള പ്രലോഭനത്തിൽ പെടരുത്. ഈ വിശാലതയിൽ മനുഷ്യൻ എന്താണ്? ഒന്നുമല്ലെന്നാണ് സങ്കീർത്തനം പറയുന്നത്. ജനിക്കുന്നു, മരിക്കുന്നു, അങ്ങേയറ്റം ദുർബലമായ ജീവി. എന്നാൽ ഈ മൊത്തം പ്രപഞ്ചത്തിൽ അതിൻ്റെ സമർത്ഥമായ സൗന്ദര്യം തിരിച്ചറിയുന്ന ഏക ജീവി മനുഷ്യനാണ്. പ്രാർത്ഥനയിലൂടെ മനുഷ്യഹൃദയത്തിന് ജീവന്റെ സൗന്ദര്യത്തിലേക്ക് തുറക്കാനാവും. പ്രാർത്ഥിക്കുന്ന മനുഷ്യർ നിരാശയേക്കാൾ പ്രത്യാശയാണ് ശക്തമെന്ന് അടിവരയിടുന്നവനാണ്. അഥവാ കയ്പ് നിറഞ്ഞ ജീവിതം പ്രാർത്ഥന എന്ന ദാനത്തെ നമുക്കുള്ളിൽ ഞെരുക്കാൻ നോക്കുമ്പോൾ നാം നക്ഷത്ര നിബിഡമായ ആകാശത്തെ, ഒരു സൂര്യാസ്തമയത്തെ, ഒരു പൂവിനെ കൃതജ്ഞതയുടെ സുഫിലിംഗങ്ങളിലൂടെ ഊതി ജ്വലിപ്പിക്കാൻ ചിന്തിക്കണം. ജീവിതം ദൈവദാനമാണ്, വളരെ ഹ്രസ്വവുമാണ്. അതിനെ ദുഃഖം കൊണ്ട് പാഴാക്കരുത്, പാപ്പ പറഞ്ഞു. ആളും തിരക്കുമൊഴിഞ്ഞ വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടം ഏതോ മാന്ത്രിക സ്ഥാനം പോലെ തോന്നുകയാണ് സന്ദർശകർക്ക്. ചരിത്രത്തോളം വികസിച്ചു നിൽക്കുന്ന ഈ ബസലിക്കയിലെ സന്ദർശനാനുഭവം കേട്ടുനോക്കാം. വിശുദ്ധ പത്രോസിന്റെ ചത്വരം വീണ്ടും സന്ദർശകർക്കായി തുറന്നു. മാർച്ച് 10 മുതൽ ഇത് അടഞ്ഞുകിടക്കുകയായിരുന്നു. ഇറ്റലിയിലെ യുവാക്കളും മുതിർന്നവരും ഫൗണ്ടനുകളിലേക്ക് നടന്നു. വീണ്ടും എല്ലാം ചലനാത്മകമായി തുടങ്ങി. എങ്കിലും പോലീസ് കാറുകൾ റോന്തു ചുറ്റുന്നു. റോമിൽ പുനർജീവിതം തുടങ്ങുകയാണ് ഞങ്ങൾ. ഇവിടെ നിന്ന് മഹത്തായ ഒരു തുടക്കമാകട്ടെ. ഒരുപാട് മ്യൂസിയങ്ങൾ അടഞ്ഞുകിടക്കുന്നത് ദുഃഖകരമാണ്. എങ്കിലും ഈ നിശബ്ദ നിമിഷങ്ങളുടെ സുഖം അനുഭവിക്കാൻ നോക്കുകയാണ്. ചത്വരത്തിന്റെ ശാന്തതയും സന്ദർശക വരികൾക്ക് ദൈർഘ്യമില്ലാത്തതും കാരണം ഒരുപാട് റോമാക്കാർക്ക് ബസിലിക്കയ്ക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ താല്പര്യം തോന്നി. ഇവിടെ അധികമാരുമില്ല.
ഒരുതരം ഭീതിതമായ നിശബ്ദത. ബസിലിക്കയ്ക്ക് അകത്തു പോകാൻ കഴിയുമെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ കയറി. മുമ്പൊരിക്കലും റോമായിൽ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇത്രത്തോളം ശൂന്യമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അടുത്ത് താമസിക്കുന്നതിനാൽ ഞാൻ എന്നും വത്തിക്കാനിലൂടെ കടന്നു പോകാറുണ്ട്. എന്നും അത് നിബിഡമായിരുന്നു. പക്ഷേ ബസിലിക്കയിലേക്ക് ക്യൂ ഇല്ലെന്ന് കണ്ടപ്പോൾ എനിക്ക് അകത്തു പോകാൻ തോന്നി. അത് ഒഴിഞ്ഞുകിടക്കുന്നതും വ്യത്യസ്തമായ കാഴ്ചയാണ്. ഒരുപാട് പേർ ബസിലിക്ക കാണാൻ എത്തുന്നുണ്ടെങ്കിലും കുറച്ചുപേർ പുറത്തുകൂടി കടന്നു പോകുന്നു. ലോകത്ത് COVID-19 ലോക്ക്ഡൌൺ ഏറ്റവും കർശനമായിരുന്ന നഗരങ്ങളിലൊന്നായ റോമായിൽ 2ാം ഘട്ടം തിരിച്ചു വന്നതോടെ ഇങ്ങനെ ചെറിയ സ്വാതന്ത്ര്യങ്ങൾ അനുവദിക്കപ്പെട്ടു. മഹാമാരിയുടെ ലോക്ക്ഡൌണിന് ശേഷം ഫ്രാൻസിലെ ലൂർദ് മാതാവിന്റെ ആലയം 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം തുറന്നു. നിരവധി സുരക്ഷാ നിയന്ത്രണങ്ങളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ടാണ് ആലയം തുറന്നത്. ഉദാഹരണത്തിന് മാസ്ക് ധരിക്കുന്നത് നിർബന്ധമാണ്. സന്ദർശകർ തമ്മിൽ പാലിക്കേണ്ട അകലം തറയിൽ കൃത്യമായി വരച്ചിട്ടുണ്ട്. തൽക്കാലം ആലയത്തിനടുത്തുള്ളവർക്ക് മാത്രമാണ് സന്ദർശനം അനുവദിച്ചിരിക്കുന്നത്. 10ൽ താഴെയുള്ള തീർത്ഥാടകരടങ്ങിയ സംഘങ്ങളെ ഗ്രോട്ടോ സന്ദർശിക്കാനായി വിശ്വാസി സംഘങ്ങൾ നയിക്കും. ഗ്രോട്ടോയിൽ വൈദികർ അഖണ്ഡ പ്രാർത്ഥന തുടരുന്നു. സന്ദർശകർക്ക് കുമ്പസാരിക്കാനുള്ള അവസരവും ഉണ്ട്. ഏതാനും നാളുകളായി ഈ കൂദാശ ലഭ്യമായിരുന്നില്ല. ഒരു പുരുഷായുസ് മുഴുവൻ അന്യനു വേണ്ടി ഒഴിഞ്ഞുവെച്ച് ഒടുവിൽ ദുർബലനായി ഒന്നുമല്ലാതായി കൃതാർത്ഥനായി ഭൂമി വിടുകയാണ് ഫാദർ അഡോൾഫോ നിക്കോളാസ്. ലോകം മുഴുവൻ നേടാൻ ശ്രമിക്കാതെ ആത്മാവിനെ നേടാൻ പഠിപ്പിച്ച ഇഗ്നേഷ്യസ് ലയോളയുടെ 29ാമത്തെ പിൻഗാമിയായ നിക്കോളാസിനെ കുറിച്ച്. ഈശോ സഭയുടെ സുപ്പീരിയർ ആയിരുന്ന അഡോൾഫോ നിക്കോളാസ് ജപ്പാനിലെ ടോക്കിയോയിൽ അന്തരിച്ചു. 2019 നവംബറിൽ പാപ്പ ജപ്പാൻ സന്ദർശിച്ചപ്പോൾ എടുത്തതാണ് അദ്ദേഹത്തിൻ്റെ ഈ അവസാന ചിത്രങ്ങളിലൊന്ന്. ഇത് അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പടയാളമാണ്. ഈശോ സഭയുടെ തൻ്റെ പിൻഗാമിയെ അഭിവാദ്യം ചെയ്യുന്ന രംഗം. ഈശോ സഭയുടെ സുപ്പീരിയർ ജനറലായി 2008 നിക്കോളാസ് തിരഞ്ഞെടുക്കപ്പെട്ടത്. 2016 80 വയസ്സ് തികഞ്ഞപ്പോൾ അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞു. ഈശോ സഭാ പ്രവർത്തനങ്ങൾ തുടരാൻ ആരോഗ്യം അനുവദിക്കുന്നില്ലെന്നുള്ളതുകൊണ്ടാണ് അത്. ആരോഗ്യം ക്ഷയിച്ചതിനാൽ ഇനിയും എനിക്ക് ഈശോ സഭയെ നയിക്കാനാവില്ല. 80 കഴിഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യം ക്ഷയിക്കും. ഞാൻ ഈ സ്ഥാനം വിടാൻ ഉദ്ദേശിക്കുന്നു. ഈശോ സഭാംഗങ്ങൾ ഈ വൃദ്ധൻ ഇപ്പോഴും റോമിൽ തന്നെയുണ്ടോ എന്ന് ചോദിക്കുന്നതുവരെ കാത്തുനിൽക്കാൻ ഞാനില്ല. അത് അത്ര നല്ലതാവില്ല. നാം തെളിമയോടെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ തയ്യാറെടുപ്പുകൾ നടത്തുന്നത് നല്ലതാണ്. ഈശോ സഭയുടെ നിലവിലുള്ള തലവൻ അർത്രോ സോസ സഭാംഗങ്ങൾക്ക് നൽകിയ ഓർമ്മക്കുറിപ്പിൽ ഇങ്ങനെ പറഞ്ഞു: അഡോൾഫോ നിക്കോളാസിൻ്റെ പൂർണ്ണ സമർപ്പണം, തീവ്രമായ സേവനം, ശാന്തമായ സാന്നിധ്യം, ധൈര്യം, നർമ്മബോധം, വിനയം എന്നിവ ശ്ലാഘനീയമാണ്. ഫാദർ അഡോൾഫോ നിക്കോളാസിൻ്റെ ഓർമ്മ ദൈവം നമുക്ക് തന്ന എല്ലാ നല്ല അനുഗ്രഹങ്ങളെയും കൃതജ്ഞതയോടെ സ്മരിക്കാൻ പ്രചോദനം നൽകുന്നതാണ്. ആ ദാനങ്ങളിലൊന്നാണ് ബ്രദർ നിക്കോയുടെ ജീവിതം. ദൈവജനതയ്ക്ക് ഒരു ദാനമായിരുന്നു അദ്ദേഹം. ദൈവത്തെ സേവിക്കാൻ ആഗ്രഹിക്കുന്ന ഈശോ സഭാംഗങ്ങൾക്ക് പ്രകാശവും. സ്പെയിനിലെ പലൻസിയായിൽ 1936 നിക്കോളാസ് ജനിച്ചത്. 17-ാം വയസ്സിൽ ഈശോ സഭ നോവിഷ്യേറ്റിൽ ചേർന്നു. ജപ്പാനിലേക്ക് മിഷണറിയായി പോകാൻ അദ്ദേഹം സന്നദ്ധനായി. അവിടെ വെച്ച് 30-ാം വയസ്സിൽ വൈദികാഭിഷേകം നേടി. 10 വർഷം ഫിലിപ്പൈൻസിലായിരുന്നു. ഈശോ സഭയുടെ തലവനാകുമ്പോൾ 72 വയസ്സുണ്ടായിരുന്നു. അക്കാലത്ത് പാപ്പാമാരായിരുന്ന ബെനഡിക്റ്റ് 16-നും ഫ്രാൻസിസ് പാപ്പായുമായി വളരെ അടുത്ത് സഹകരിച്ചു. ഈശോ സഭ സുപ്പീരിയർ ജനറൽ തൻ്റെ മുൻഗാമി അഡോൾഫോ നിക്കോളാസിൻ്റെ നിര്യാണത്തെക്കുറിച്ച് വിവരിക്കാൻ റോമിൽ പത്രസമ്മേളനം നടത്തി. മറ്റുള്ളവർക്ക് വേണ്ടി സേവനാർത്ഥം സ്വയം ഒഴിഞ്ഞുവെച്ച വ്യക്തിയായിരുന്നു അദ്ദേഹമെന്ന് പറഞ്ഞു. ഇതാണ് ചിത്രങ്ങൾ. ചെറുപ്പത്തിലെ ഫാദർ നിക്കോളാസിനെ അറിയുന്നവരും ഇപ്പോൾ മരണസമയത്ത് അദ്ദേഹത്തെ കാണുന്നവരും ഒരു മനുഷ്യൻ്റെ തകർച്ചയെ വ്യക്തമായി അറിയും. ഇത് പ്രായത്തിൻ്റെ യാദൃശ്ചികതയല്ല. അദ്ദേഹം വളരെ വൃദ്ധനായിരുന്നില്ല. പക്ഷേ മറ്റുള്ളവരുടെ സേവനത്തിനായി സ്വയം ക്ഷീണിച്ചു, സഹിച്ചു. ഒന്നും തനിക്കു വേണ്ടി സൂക്ഷിക്കാത്ത ഒരു മനുഷ്യൻ, അങ്ങേയറ്റം മഹാമനസ്കതയോടെ സർവം സമർപ്പിച്ചയാൾ. അഡോൾഫോ നിക്കോളാസും അർത്രോ സോസയും 1995 മുതൽ പരസ്പരം അറിയുന്നവരാണ്. 2008 മുതൽ ഇരുവരും അടുത്തു പ്രവർത്തിച്ചു. 2014 സോസ വെനിസ്വേലയിൽ നിന്നും റോമിലേക്ക് പ്രവർത്തനത്തിനായി മാറി.
കഴിഞ്ഞ 25 വർഷമായി ഞങ്ങൾ വളരെ വളരെ അടുപ്പത്തിലാണ്. എനിക്ക് ഉറപ്പായി പറയാൻ കഴിയും, ഫാദർ നിക്കോളാസ് എൻ്റെ ഗുരുക്കന്മാരിൽ ഒരാളാണ്. പത്രക്കാരുമായുള്ള കൂടിക്കാഴ്ച നടന്ന അതേ സ്ഥലത്താണ് മുൻപ് അഡോൾഫോ നിക്കോളാസ് തൻ്റെ പിൻഗാമിയെ ബഹുമാനാർത്ഥം ആലിംഗനം ചെയ്തത്. അദ്ദേഹം വളരെ ഉത്തേജിതനായിരുന്നു, കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സുപ്രധാന നിമിഷങ്ങളിലൊന്നായിരുന്നു അത്. ഞാൻ ഏറെ അതിശയിച്ചുപോയി. ഹൃദയംഗമമായ ഒരു ആലിംഗനമായിരുന്നു അത്. ഭാരമിറക്കി വയ്ക്കുകയാണെന്നും വളരെ ശാന്തനാണെന്നും എനിക്ക് തോന്നി. സഭ അങ്ങനെയൊരു തീരുമാനമാണ് അദ്ദേഹത്തിനു വേണ്ടി കൈക്കൊണ്ടത്. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ 29ാമത് പിൻഗാമിയാണ് അഡോൾഫോ. 2008 മുതൽ 2016 വരെ അദ്ദേഹം ഈശോ സഭയെ നയിച്ചു. അത് ആജീവനാന്ത പദവിയാണെങ്കിലും ആരോഗ്യം ക്ഷയിക്കുന്നുവെന്ന് കണ്ടപ്പോൾ അദ്ദേഹം സ്വയം ഒഴിഞ്ഞു, ഈശോ സഭയുടെ പ്രവർത്തനങ്ങൾക്ക് വിഘാതമാകാതിരിക്കാൻ. മുതിർന്ന ജനതയെ അനുധാവനം ചെയ്യുന്നത് ജീവിതത്തിലെ വലിയ കാരുണ്യങ്ങളിലൊന്നാണ്. ദിവസത്തിന്റെ അവസാനം നമുക്കും തോന്നും ആര് ആരെയാണ് സഹായിച്ചതെന്ന്. അവരെ അനുയാത്ര ചെയ്യുന്ന ഒരു സംഘം യുവതയെക്കുറിച്ച്. കൊറോണ വൈറസിന്റെ ഏറ്റവും വലിയ ഇരകൾ മുതിർന്ന വ്യക്തികളാണ്. ഒരുപക്ഷെ ആരോഗ്യ സംരക്ഷണത്തിനായി ആദ്യം സ്വയം ഐസൊലേഷനായത് അവരാണ്. എന്നാൽ ഈ ഐസൊലേഷൻ അവർക്ക് ഭയാനകരമായ ഏകാന്തതയായി പരിണമിച്ചു. സാൻ എഗിഡിയോയിലെ കൂട്ടായ്മയായ മുതിർന്നവർ നീണാൾ വാഴട്ടെ എന്ന സംഘടനയുടെ സ്റ്റെഫാനിയ മുരാരി പറയുന്നു, മുതിർന്നവരാണ് ഏറ്റവും അധികം സഹിക്കേണ്ടി വരുന്നത്. യൂറോപ്പിൽ നമുക്ക് പറയാം, അവർ ഏകാന്തത രോഗബാധിതരാണ്. നഴ്സിംഗ് ഹോമുകളിൽ താമസിക്കുന്നവർ പ്രത്യേകിച്ചും അനാഥരെ പോലെയായി. അവരാണ് ഈ ഏകാന്തതയിൽ ഏറ്റവും അധികം സഹിക്കുന്നത്. യൂത്ത് ഫോർ പീസ് എന്ന സംഘടന ഈ നാടകീയ നിമിഷത്തോട് പ്രതികരിച്ചത് സേവ് അവർ എൽഡർലി എന്ന ഹാഷ്ടാഗിലുള്ള ഉദ്യമത്തിലൂടെയാണ്. അകലെ നിന്ന് മുതിർന്നവരെ അവരുടെ ഏകാന്തതയിൽ അനുധാവനം ചെയ്യുകയാണ് ലക്ഷ്യം. ആ സംഘടനയിലെ ഗയ മർത്തീനി ജിമിനീസ് പറയുന്നു, ഏകാന്തത അനുഭവിക്കുന്നു എന്ന് ഞാൻ ഈ ദിവസങ്ങളിൽ സംസാരിച്ച മുതിർന്നവരൊക്കെ പറഞ്ഞു. വീഡിയോ കോളുകളിലൂടെയുള്ള ബന്ധങ്ങൾ അവർ തനിച്ചല്ലെന്ന തോന്നൽ ഉണ്ടാക്കാൻ ഉപകരിക്കുന്നുണ്ട്. അദ്ദേഹം റോമാക്കാരനാണ്. ഞാൻ ഓരോ തവണ വിളിക്കുമ്പോഴും എന്നെ ചിരിപ്പിക്കുന്നു. ഞങ്ങൾ സാധാരണ നിസ്സാര കാര്യങ്ങളാണ് സംസാരിക്കാറ്. ഞാൻ പറയും, ഞാൻ പാസ്ത ഉണ്ടാക്കുകയാണ്. അദ്ദേഹം പാചക രീതികൾ പറഞ്ഞു തരും, അതെങ്ങനെ മുറിക്കണമെന്ന് പറഞ്ഞു തരും. ദിവസത്തിൻ്റെ ഒടുവിൽ അവർ പറയുന്നു, അവർക്കറിയില്ല ആര് ആരെയാണ് സഹായിക്കുന്നതെന്ന്. മുതിർന്നവരുടെ ശബ്ദമായി മാറുകയാണ് ഈ യുവാക്കൾ. കാരണം മുതിർന്നവരെ ആരും കേൾക്കാത്തതിനാൽ അവരുടെ ജീവൻ തന്നെ അപകടത്തിലാണ്. ഈ യുവാക്കൾ അവർക്കൊരു സന്ദേശം നൽകിയിരുന്നു. അത് നമ്മുടെ രാജ്യത്തിനും നമുക്ക് ഓരോരുത്തർക്കുമുള്ള സന്ദേശമാണ്. ഈ ക്യാമ്പയിൻ സാൻ എഡിഗിയോ വെബ്സൈറ്റിൽ നിന്നും മറ്റ് രാജ്യങ്ങൾക്കും പിന്തുടരാം. ബോധവൽക്കരണം നടത്താനായി അവർ എല്ലാവരെയും യൂത്ത് ഫോർ പീസിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനയെയും പ്രത്യാശയെയും നിയോഗങ്ങളെയും ഒരു ഭൂപടത്തിലാക്കാമെന്നും അങ്ങനെ ജപമാലയുടെ ശക്തി ലോകമാകെ പടർത്താമെന്നും കാണിക്കുകയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഒരു സംഘം ടെക്നോക്രാറ്റുകൾ. ലോകമെമ്പാടും കൊറോണ വൈറസിന്റെ വ്യാപനത്തെ മാപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജോക്കിംഗ്, യോഹാന ഹെർണാണ്ടസ്, മൈക്ക് ഡെൽ പോന്തെ എന്നിവർ മറ്റൊരു മാപ്പിംഗാണ് നടത്തുന്നത്. അവർ പ്രത്യാശയുടെ പ്രാർത്ഥനയുടെ മാപ്പ് തയ്യാറാക്കുന്നു. അത് എവിടെയാണ് ജപമാല അർപ്പിക്കുന്നതെന്ന് അതിൻ്റെ നിയോഗങ്ങളും പോസ്റ്റ് ചെയ്യുന്നു. മാപ്പ് ഓഫ് ഹോപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. കോ ഫൗണ്ടർ മൈക്ക് ഡെൽ പോന്തെ പറയുന്നു, ഞങ്ങൾ മാപ്പ് ഓഫ് ഹോപ്പ് എന്ന വെബ്സൈറ്റ് ഉണ്ടാക്കിയത് മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന ലോകമാകെ ഒരു കൂട്ടായ്മയാണെന്ന ബോധം ജനിപ്പിക്കാനും പ്രത്യാശ പകരാനുമാണ്. ഒപ്പം ജപമാലയിൽ ആഴമേറിയ ഭക്തി വളർത്താനും മഹാമാരി അവസാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനും. സൈറ്റ് ഒരു പ്രാർത്ഥനാ നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരാഴ്ച കൊണ്ട് 130 രാജ്യങ്ങളിൽ നിന്ന് 9,000 പ്രാർത്ഥനാപേക്ഷകളാണ് പോസ്റ്റ് ചെയ്തത്. ജപമാല മൂലം സംഭവിക്കുന്ന അത്ഭുതങ്ങളും കാണിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് 15-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ പ്ലേഗ് ഇല്ലാതായതുപോലുള്ള അനുഭവങ്ങൾ. ഈ സമയത്ത് ജപമാല അത്യാവശ്യമാണ്. കാരണം നമുക്കെവിടെയും ഇരുന്ന് ചെയ്യാവുന്ന ശക്തിയുള്ള പ്രാർത്ഥനയാണ്. നിങ്ങൾക്കത് ഒറ്റയ്ക്ക് ചെയ്യാം, കൂട്ടത്തിലാവാം. ആകെ വേണ്ടത് ഒരു കൊന്ത മാത്രം. അഥവാ കൊന്തയില്ലെങ്കിൽ കൈവിരലുകൾ കൊണ്ട് എണ്ണാം. ഈ സമയത്ത് ഒരുപാട് പേർക്ക് കുർബാനയ്ക്ക് പോകാൻ കഴിയാതിരിക്കുമ്പോഴും അതിപ്രാചീനമായ നിർണായകമായ ഇത് ചെയ്യാനാകും.
അത്രയേറെ അനുഭവങ്ങൾ ഇതിൻ്റെ പേരിൽ സംഭവിച്ചിട്ടുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ മെയ് മാസത്തിൽ ജപമാല അർപ്പിക്കാൻ നൽകിയ അഭ്യർത്ഥന കൂടി മാപ്പ് ഓഫ് ഹോപ്പിൻ്റെ നിർമ്മാണത്തിന് പിന്നിലുണ്ടെന്ന് മൈക്ക് പറയുന്നു. എല്ലാ വിശ്വാസികളോടും ഈ മാസം ജപമാല അർപ്പിക്കാൻ ഞാൻ പറയുന്നു, ഒരുമിച്ച് കുടുംബമായോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ. ഇപ്പോൾ US മാത്രമാണ് വെബ്സൈറ്റ് മാപ്പ് ഉള്ളതെങ്കിലും ഇത് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ആഗോളതലത്തിൽ വ്യാപിപ്പിക്കാൻ ശ്രമം നടക്കുന്നു. വിവിധ ഭാഷകളിൽ പ്രാർത്ഥനാ നിയോഗങ്ങൾ സ്വീകരിക്കാനും മഹാമാരി അവസാനിപ്പിക്കാനുമായി ലോകമെമ്പാടും ജപമാല അർപ്പിക്കുന്നുവെന്ന് ഉറപ്പാക്കാനും കഴിയുമെന്നാണ് അവരുടെ പ്രത്യാശ. ആഫ്രിക്കൻ അമേരിക്കൻ, ഈസ്റ്റ് ആഫ്രിക്കൻ നാടോടി സംഗീത പാരമ്പര്യത്തെ ഗാനശില്പമാക്കി അവതരിപ്പിക്കുകയാണ് നോട്രഡാമിലെ നാടോടി ഗായിക സംഘം. ഭക്തിഗാനത്തിന്റെ പുതിയ ആൽബം നോത്രദാമിലെ നാടോടി സംഘം പുറത്തിറക്കി. ക്യാച്ച് ദ സ്പിരിറ്റ് എന്നാണ് ആൽബത്തിന്റെ പേര്. ആഫ്രിക്കൻ അമേരിക്കൻ ഈസ്റ്റ് ആഫ്രിക്കൻ പാരമ്പര്യങ്ങളും ഗോസ്പൽ മിക്സും ജാസും ആത്മീയ സംഗീതവും എല്ലാം ഇതിൽ ചേർത്തിട്ടുണ്ട്. ഈ ആൽബം അഭിമുഖീകരണത്തിന്റെ അടയാളമാണെന്നാണ് കൊയർ ഡയറക്ടർ JJ റൈറ്റ്സ് പറയുന്നു. This experience has really allowed us to enter really deeply. ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും പറയുന്ന അഭിമുഖീകരണം എന്ന അനുഭവത്തിലേക്ക് ആഴത്തിൽ ഇത് ഞങ്ങളെ കൊണ്ടെത്തിച്ചു. ഞങ്ങൾക്ക് വെറുതെ പുറത്തുനിന്നും അകത്തേക്ക് നോക്കാനല്ല തോന്നിയത്, ഞങ്ങൾ ശുശ്രൂഷിക്കുന്നവരുടെ അടുത്തേക്കും ഞങ്ങളെ ശുശ്രൂഷിക്കുന്നവരിലേക്കും നോക്കാനാണ്. സ്റ്റേറ്റിലെ ആഫ്രിക്കൻ അമേരിക്കൻസിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്നവരും ആഫ്രിക്കൻ സംസ്കാരത്തിൽ സെമസ്റ്റർ കോഴ്സ് എടുത്തവരുമാണ് കൊയറിലെ അംഗങ്ങൾ. സൊഹിലിയോ മറ്റു കിഴക്കൻ ആഫ്രിക്കൻ ഭാഷകളോ ഉച്ചരിക്കുന്നത് പഠിപ്പിക്കാൻ വിദഗ്ധരുണ്ടായിരുന്നു. ഒരുപടി കൂടി മുമ്പോട്ട് പോയ അവർ ആ സംസ്കാരത്തെ നേരിട്ട് മനസ്സിലാക്കാൻ ഉഗാണ്ട, കെനിയ, ടാൻസാനിയ എന്നിവിടങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു. കൊയറിലെ അംഗം സാമുവൽ ദലാപ്പസ് ആ അനുഭവം വിവരിച്ചു. While we were there, we shared in some really great. ഞങ്ങൾ അവിടെയായിരുന്നപ്പോൾ ചില ഗംഭീര ഭക്ഷണങ്ങളും ഉഗ്രൻ പാട്ടുകളും സംഭാഷണങ്ങളും അനുഭവിച്ചു. കിഴക്കൻ ആഫ്രിക്കൻ തീർത്ഥാടനം വലിയ അനുഭവമായിരുന്നു. ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്ന ഈ അനുഭവങ്ങൾ കാണപ്പെടുന്ന ദൈവവുമായി പുതിയ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. ദൈവത്തെ ഈ പുതിയ ഗാനത്തിലൂടെ കാണാനും. Full of energy and excitement. സംഗീതം വളരെ ഊർജവും ആവേശവും നിറഞ്ഞതാണ്. അത് പാടുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് ആവേശത്തിരയിലേക്ക് വരാതിരിക്കാനാവില്ല. കർത്താവിനെ ആഘോഷിക്കും പോലെ തന്നെ. 2 വർഷമെടുത്താണ് ഈ ആൽബം പുറത്തിറക്കിയത്. അവരുടെ സംസ്കാരമല്ലാതിരുന്നിട്ടും ഈ സംഗീതം അവരെ പരിവർത്തനപ്പെടുത്തിയെന്ന് അംഗങ്ങൾ പറഞ്ഞു. ക്യാച്ച് ദി സ്പിരിറ്റ് മെയ് അവസാനം റിലീസ് ചെയ്യാനിരുന്നതാണ്. എന്നാൽ മഹാമാരി കാരണം അവർ ഏപ്രിൽ 17 പുറത്തിറക്കി. റിലീസിനോടൊപ്പം നടത്താനിരുന്ന US ടൂറും മാറ്റിവെച്ചു. സ്പോട്ടിഫൈ, ആപ്പിൾ മ്യൂസിക് തുടങ്ങിയ മേജർ പ്ലാറ്റ്ഫോമുകളിൽ ഇത് ലഭ്യമാണ്. റോമയുടെ കലാസമ്പുഷ്ടത വിളിച്ചോതുന്ന മ്യൂസിയങ്ങൾ വിനോദസഞ്ചാരികൾക്കായി തുറന്നു. ജൂൺ 3 മുതൽ വിദേശത്തുള്ള വിനോദയാത്രക്കാർക്കും റോമ മ്യൂസിയങ്ങൾ തുറക്കപ്പെടുകയാണ്. സനാതന നഗരത്തിന്റെ കലാസൃഷ്ടികളെക്കുറിച്ച് 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇറ്റലി സാധാരണ നിലയിലേക്ക് മടങ്ങി വരികയാണ്. ഇറ്റലിയുടെ സാംസ്കാരിക സമ്പന്നതയാണ് ലോകത്തെ ഏറ്റവും പ്രസിദ്ധ വിനോദസഞ്ചാര ആകർഷണമായി അതിനെ മാറ്റുന്നത്. അതുകൊണ്ടാണ് ഇറ്റലിയിലെ മ്യൂസിയങ്ങൾ ആദ്യം തുറക്കാൻ തീരുമാനിച്ചത്. ഇവയിൽ റോമിലെ ക്യാപിറ്റോളിയൻ മ്യൂസിയങ്ങളും ഉൾപ്പെടും. റോമിലെ സാംസ്കാരിക പൈതൃകത്തിന്റെ സൂപ്രണ്ട് മരിയ വിക്ടോറിയ മറീനി പറയുന്നു, മ്യൂസിയങ്ങൾ പൂർണ്ണമായും തുറന്നു. ചെറു ഗാലറികളിൽ മാത്രമാണ് കടുത്ത നിയന്ത്രണം ഉള്ളത്. അവിടെ 3 അടി അകലം പാലിക്കേണ്ടതിനാൽ ഒരു നേരം 2 പേരെ മാത്രമേ പ്രവേശിപ്പിക്കൂ. എങ്കിലും വിനോദയാത്ര പൂർണ്ണമാണ്. സന്ദർശകർക്ക് ക്യാപിറ്റോളിയൻ പിനാക്കോട്ടിക്ക, ക്യാപിറ്റോളിയൻ വീനസ്, റോമുലസും റിമൂസും തുടങ്ങിയവ കാണാം. തുടർന്ന് അവർക്ക് റോമൻ ഫോറവും ടാബുലേറിയവും ദർശിക്കാം. ഇറ്റലിയുടെ പ്രധാന മ്യൂസിയങ്ങൾ 3 മാസം മുൻപുണ്ടായിരുന്നതിൽ നിന്നും വ്യത്യസ്തമാണ്. മുൻകൂട്ടി ഓൺലൈനിൽ ബുക്ക് ചെയ്യണം. സന്ദർശനത്തിനെത്തുമ്പോൾ താപനില പരിശോധിക്കും. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞാൽ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കുകയും മാസ്കും ഗ്ലൗവും ധരിക്കുകയും വേണം. അതുപോലെ തന്നെ അകലം പാലിക്കാനുള്ള അടയാളങ്ങൾക്കനുസരിച്ച് വേണം നീങ്ങാൻ. ചരിത്രപരമായ കലാസൃഷ്ടികൾ സംരക്ഷിക്കുന്നതിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ള പ്രൊഫഷണലുകൾ
ഗ്യാലറികൾ ശ്രദ്ധാപൂർവം സാനിറ്റൈസ് ചെയ്തു. സനാതന നഗരത്തിന്റെ നിധികളിലൊന്നായ പെൺചെന്നായയുടെ പ്രതിമ കാണാം. റോമ സ്ഥാപകരായ റോമുലസിനെയും റിമൂസിനെയും ഇവർ വളർത്തിയെന്നാണ് ഐതിഹ്യം. അതുപോലെ തന്നെ 176 AD മുതൽ റോമ ഭരിച്ച തത്വചിന്തകൻ മാർക്യൂസ് ഒറേലിയൂസിന്റെ വെങ്കല ശില്പവും ഇവിടെയുണ്ട്. ദശലക്ഷക്കണക്കിന് സന്ദർശകരാണ് എല്ലാ വർഷവും ഇവിടെ എത്തുന്നത്. ജൂൺ 3 വരെ വിദേശ സഞ്ചാരികൾക്ക് അനുമതിയില്ല. യൂറോപ്യൻ യൂണിയന് അപ്പോൾ മുതൽ ഇറ്റലി തുറന്നുകൊടുക്കും. വത്തിക്കാൻ ഡയറിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.